സ്വാഭാവികമായി കൊണ്ടുവന്നത് BJP ഗവൺമെൻറ്റാണ്. അപ്പോൾ BJP ഗവൺമെൻറ് കൊണ്ടുവരുമ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ടോ, സംഘപരിവാർ രാഷ്ട്രീയമുണ്ടോ, RSSൻ്റെ രാഷ്ട്രീയമുണ്ടോ, ഹിന്ദുത്വമുണ്ടോ എന്നൊക്കെ സ്വാഭാവികമായി മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികൾ ബംഗാളായാലും പിന്നെ അതുപോലെ തന്നെ കർണാടകമായാലും തമിഴ്നാടായാലും കേരളമായാലും ശ്രദ്ധിക്കും. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ആ പോളിസികളിൽ ഒരു 84-85 പോയിൻ്റ് ഉള്ളതിൽ 10-70 പോയിന്റുകൾ നമ്മുടെ സംസ്ഥാനത്തും നടപ്പിലാക്കിയത് തന്നെയാണ്. പക്ഷേ ഒരു 6-7 പോയിന്റുകളിൽ വലിയ കടുത്ത വിമർശനമുണ്ട്. ഈ പ്രായത്തെയൊക്കെ സംബന്ധിച്ച് LP സ്കൂളിൻ്റെ സ്കൂൾ എൻട്രിയുടെ പ്രായത്തെ സംബന്ധിച്ച് 6 വയസ്സ് 4 വയസ്സ് എന്നൊക്കെ പറഞ്ഞ് പ്രൈമറി എത്ര വയസ്സ് വരെയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചില സാങ്കേതികമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് NEP സ്റ്റേറ്റിൽ നടപ്പിലാക്കിയില്ല, 20-ൽ വന്നെങ്കിലും 25 വരെ നടപ്പിലാക്കിയില്ല. ഇതിനിടയിലാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ SSIയുടെ ഒരു പ്രോഗ്രാം കേരളത്തിൽ നടന്നു വരുന്നത്. കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തെ സാങ്കേതികമായും പ്രൊഫഷണലായും മാറ്റി തീർക്കുന്നതിനുള്ള ഒരു സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്ന കുറേ കോടി രൂപ അവർക്ക് വരുന്നതാണ്. ഇത് വർഷത്തിൽ 2-4 പ്രാവശ്യമായിട്ടൊക്കെയാണ് അവർക്ക് പണം കൊടുക്കുന്നത്. പക്ഷേ 2020-ലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നതിന് ശേഷം 2023 വർഷത്തിലേക്ക് കടക്കുമ്പോൾ 23-24-ലെ ആദ്യത്തെ 1, 2, 3 ക്വാർട്ടറിലെ കൊടുത്തു, ഭാഗത്തെ കൊടുത്തു, പിന്നെ തൊട്ട് കൊടുത്തു തുടങ്ങിയില്ല. അതിനുശേഷം നാളിതുവരെ SSA ഫണ്ട് തടഞ്ഞു വച്ചിരിക്കുകയാണ്. SSA ഫണ്ട് തടയുന്നതിന് വന്നിരിക്കുന്ന ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ NEPയുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ MOU ഒപ്പുവയ്ക്കണം. അപ്പോഴാണ് വീണ്ടും ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. പ്രൈം മിനിസ്റ്റർ സ്കൂൾസ് ഫോർ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ PM ശ്രീ എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നു. PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിൽ രാജ്യത്തെ 14,500ഓളം സ്കൂളുകളെ സെലക്ട് ചെയ്യുക. അതിൽ കേരളത്തിൽ ഒരു 265 സ്കൂളുകൾ വന്നിട്ടുണ്ട്. എണ്ണമാണ് ഞാൻ പറയുന്നത്. ആ സ്കൂളുകളിൽ 45 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ, ചിലയിടത്ത് 1.5 കോടി രൂപ വരെ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ബേസ്ഡ് ആണ്, നീഡ് ബേസ്ഡ് ആണ്. ഓരോ സ്കൂളിൻ്റെയും ലാബുകളും കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനാവശ്യമായ 45 ലക്ഷം രൂപ മുതൽ, ഏറ്റവും കുറഞ്ഞത് 45 ലക്ഷം രൂപ മുതൽ ഒരു 1.5 കോടി, ചിലപ്പോൾ 2 കോടിയൊക്കെ വരുമായിരിക്കും.